ഏകദേശം ഒരു മാസം അവർ 60,000 രൂപയാണ് ഒരു മാസം. രജനീകാന്ത് പറയില്ലേ, ഏം വളി തനി വളി, അതേപോലെ നമ്മൾ നമ്മുടെ വഴിയുടെ സത്യമാണെങ്കിൽ ഇത് മൂപ്പര് കാണുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഈ വീഡിയോ അടക്കം മൂപ്പര് കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതിൽ എന്ത് ഇൻഫർമേഷനാണ് പുറത്തുള്ള ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ പോലീസുകാരും എക്സൈസിൻ്റെ ആൾക്കാരും പറയുന്നുണ്ട് 6 ഗ്രാം കഞ്ചാവ് കിട്ടി. 6 ഗ്രാം അത് 9 പേരടങ്ങുന്ന സംഘത്തിൻ്റെ എന്നാണ് 6 ഗ്രാം കഞ്ചാവ് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് എത്ര ആൾക്കാർ ഉപയോഗിച്ചു 6 ഗ്രാം കഞ്ചാവ്, അതൊന്നും ഇവർക്കും അറിയില്ല. പിന്നെ അത് മാത്രമല്ല ന്യൂസുകാർക്കും ഇതിനെ പറ്റിയല്ല കൊടുത്തില്ല. ഇവർ കാളെ പറ്റുമെന്ന് കേട്ടപ്പോൾ തന്നെ വേഗം അരുൺകുമാർ, ശ്രീകണ്ഠൻ നായർ, മാതൃഭൂമി, ഏഷ്യാനെറ്റ് ഇതൊക്കെ കയറെടുത്തിട്ട് വേഗം പിന്നെ വീട്ടിലേക്ക് ഓടിക്കണം. എല്ലാവർക്കും പുതിയ ഒരു നമസ്കാരം. ഇനി ഞാൻ പറയുന്നത്, ഇന്ന് മെയ്ദിനായിട്ട് ഒരു മനുഷ്യനില്ല. റോഡിലായാലും നാടിലായാലും എവിടെ പോയി എന്നറിയില്ല. എന്താണ് ഇങ്ങനെ ഒരു കേരളം ഇങ്ങനെയാണോ മാറേണ്ടത് ശരിക്കും? അത് മാത്രമല്ല, ഇന്ന് മെയ് 1-ാം തീയതി അല്ലേ. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി. എല്ലാവർക്കും എൻ്റെ തൊഴിലാളി ദിന ആശംസകൾ. ശരിക്കും ഞാൻ തൊഴിലാളി ദിനാശംസകൾ എന്നല്ല പറയേണ്ടത്, ശരിക്കും ബംഗാളി തൊഴിലാളി ദിനാശംസകൾ. കാരണം എവിടെ മലയാളിക്ക് തൊഴിലുള്ള, ഏത് മലയാളിക്ക് അപ്പം തൊഴിൽ, സ്ഥിരമായിട്ട് തൊഴിലുള്ള കേരളത്തിൽ കൂടുതൽ ബംഗാളികളിലെ പൈസ അടയ്ക്കണേ, പൈസ കൊണ്ടുപോയി നാട്ടിലേക്ക് അയക്കണേ. കാരണം ഇവിടെ മണ്ണാർക്കാട് സ്റ്റേറ്റ് ബാങ്കിൽ ഇല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൽ ഏകദേശം ഒരു മാസം അവർ 60,000 രൂപയാണ് ഒരു മാസം അവർ അയക്കണത്. അപ്പോൾ നമ്മുടെ മലയാളിക്ക് അത്രയും കാശ് കിട്ടുന്നുണ്ടോ വെച്ചാൽ എനിക്കറിയില്ല. മലയാളിക്ക് പൊതുവേ ജോലി ഈ പറഞ്ഞ മടിയാണ്. ഇപ്പോൾ ഞാനും പറയട്ടെ, നമുക്കും മടിയാണ്. അപ്പോൾ റോഡിൽ മെയിനായിട്ട് മലയാളി കാണിക്കുന്നത് എന്താ അറിയോ? ഈ ഹോണടി തന്നെ. മെയിനായിട്ട് ഈ ഹോണടി വെറുപ്പിക്കുക, അതാണ് മലയാളിയുടെ മെയിനായിട്ടുള്ള പ്രശ്നം. അപ്പോൾ ഞാൻ കുറ്റം പറ്റില്ല. ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഹോണില്ലാത്തതുകൊണ്ടാണ്. കാരണം ഹോണില്ലായിരിക്കാൻ നല്ലത്. എന്തിനാ ഹോണുണ്ടെങ്കിൽ നമുക്ക് വേഗത കൂടും. വേഗത കൂടുമ്പോൾ നമുക്ക് ഹോണിന്ന് കൈയെടുക്കാനേ തോന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഈ ബാക്കിൽ മുന്നിൽ വരുന്നവന് ചിലപ്പോൾ ചെവിട് കേൾക്കാത്തവനോ ചെവിട് കേൾക്കണോനോ ചിലപ്പോൾ ചെവിട് കൂടിപ്പോയനോ. അപ്പോൾ എന്തിനാ വെറുതെ പ്രശ്നത്തിലേക്ക് പോകണം? നമുക്ക് നമ്മുടേതായ വഴികൾ മുണ്ടാതെ പോവുക. അതിന് ചന്തള്ള വഴിയാണോ ചന്തല്ലാത്ത വഴിയാണോ ഒന്നും പ്രശ്നേ അല്ല. രജനീകാന്ത് പറയില്ലേ, ഏം വളി തനി വളി, അതേപോലെ നമ്മൾ നമ്മുടെ വഴിയുടെ സത്യമാണെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ കുറേയൊക്കെ കാട്ടിക്കൂട്ടലാറില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നെല്ലിപ്പുഴയൊക്കെ അങ്ങനെ പോവാട്ടോ. ഞാൻ ഇപ്പം ഇന്നലെ അവിടെ നിന്ന് തന്നെയാണ് വന്നത്. പിന്നെ വെറുതെ ഒന്ന് നൊട്ടമല പോയിരിക്കാൻ നല്ല രസമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മണ്ണാർക്കാടിൻ്റെ വല്ലാത്തൊരു സൗന്ദര്യത്തെ പറ്റിയിട്ട് നമ്മുടെ നഗരസഭ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പോയി കഴിഞ്ഞാൽ പകുതി അസുഖങ്ങൾ മാറും. കാരണം ഈ മാലിന്യമായിട്ടുള്ള കാര്യങ്ങളാണ് മണ്ണാർക്കാട് നൊട്ടമലയിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ വേണ്ടാത്ത മണങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്കുള്ള അസുഖങ്ങൾ പകുതി മാറും. അല്ലാതെ ഇപ്പോൾ ഇതിപ്പോൾ ഇവർ ശരിയാക്കി തരുമൊന്നുമില്ല, ഇവർ ശരിയാക്കാൻ പോകണമില്ല ഒരാളും. അപ്പം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞില്ലേ, വേടനും കാടനും, ആരാണ് കാടൻ ആരാണ് വേടൻ എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്നിപ്പോൾ ഏതോ ഫേസ്ബുക്കിൽ ഏതോ ഒരു വീഡിയോ കണ്ടു, പാട്ടാണ് ഇട്ടുന്നത്. അത് പറയുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ പിണറായി സർക്കാരിനെ പറ്റിയിട്ട് മോശമായിട്ടുള്ള വീഡിയോകൾ അന്യ സംസ്ഥാനത്തുള്ളത്, അതായത് ഇപ്പം അന്യ രാജ്യത്തുള്ള ആൾക്കാരും കൂടി അവർ ട്രോളുന്നുണ്ട്. അപ്പോൾ ഇത് മൂപ്പര് കാണുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഈ വീഡിയോ അടക്കം മൂപ്പര് കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം പിണറായി സാറേ, നമ്മളൊക്കെ കേരളത്തിലെ മലയാളികൾ
പറ്റേ ലോക്കലായി കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ഒരു ഭരണം കൊണ്ട്, അതായത് ചങ്കുറപ്പുള്ള ആളാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൾക്കാരെ മുന്നിക്കടെ എന്തൊക്കെ എടുത്ത് നടന്നു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ആരും വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ആരും വിശ്വസിക്കുന്നില്ല. ആദ്യം വിശ്വസിച്ചിരുന്നു. അതേമാതിരി ഒരു എന്താ പറയുക, കപ്പൽ ആടി ഉലയുകയില്ല. എനിക്കതൊന്നും പറയാൻ കിട്ടുന്നില്ല കേട്ടോ. ആദ്യം പറഞ്ഞാൽ നമ്മൾ ജേർണലിസം പഠിക്കാത്തതുകൊണ്ടേ. അപ്പോൾ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം. കാരണം ഒരാളെ നമ്മൾ ഉത്സാഹപ്പെടുത്താണ് വേണ്ടത്. ഇത് ഉത്സാഹപ്പെടുമ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കതിൽ വളരെ വേദന തോന്നുകയാണ്. കാരണം പിന്നെ ചെറുതായിട്ട് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പുലിപ്പല്ല് കഴുത്തിൽ കണ്ടു. അപ്പോൾ സുരേഷ് ഗോപിയുടെ കഴുത്തിൽ പുലിപ്പല്ലില്ലേ? നമ്മുടെ കേരളത്തിൽ എത്ര ആൾക്കാരെ കഴുത്തിൽ പുലിപ്പല്ലുണ്ട്? അപ്പോൾ ഇതൊന്നും കാണാതെ ഏതോ ഒരു രീതിയിൽ, നല്ല രീതിയിൽ എന്ന് പറയും, ഏതോ ഒരു രീതിയിലല്ല, നല്ല രീതിയിൽ അവർ പിന്നെ ജീവിച്ചു വരുമ്പോൾ ഇവരെയൊക്കെ നിരുത്സാഹപ്പെടുത്തിയിട്ട് അതിൽ എന്ത് ഇൻഫർമേഷനാണ് പുറത്തുള്ള ജനങ്ങൾക്ക് കൊടുക്കുന്നത്? ഇപ്പോൾ പോലീസുകാരും എക്സൈസിൻ്റെ ആൾക്കാരും പറയുന്നുണ്ട് 6 ഗ്രാം കഞ്ചാവ് കിട്ടി. 6 ഗ്രാം അത് 9 പേരടങ്ങുന്ന സംഘത്തിൻ്റെ എന്നാണ് 6 ഗ്രാം കഞ്ചാവ് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് എത്ര ആൾക്കാർ ഉപയോഗിച്ചു 6 ഗ്രാം കഞ്ചാവ്? അതൊന്നും ഇവർക്കും അറിയില്ല. പിന്നെ അത് മാത്രമല്ല ന്യൂസുകാർക്കും ഇതിനെപ്പറ്റി എല്ലാം കൊടുത്തല്ല. ഇവർ കാളെ പറ്റുമെന്ന് കേട്ടപ്പോൾ തന്നെ വേഗം അരുൺകുമാർ, ശ്രീകണ്ഠൻ നായർ, മാതൃഭൂമി, ഏഷ്യാനെറ്റ് ഇവരൊക്കെ കയറെടുത്തിട്ട് വേഗം പിന്നെ വീട്ടിലേക്ക് ഓടിക്കാണ്. കാളെ പറ്റിക്കല്ലേ, ഇപ്പോൾ എന്ത് കുട്ടിയാണെന്ന് അറിയണമല്ലോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആകെ കുറച്ച് സാധനമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ എന്തൊക്കെ വേറെ പുലിപ്പല്ല് അതേമാതിരി വേറെ എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. ദൈവത്തിനറിയാം എന്താണ് സംഭവം ശരിക്കും ഉള്ളതെന്ന്. പിന്നെ പരമാവധി ന്യൂസുകാർ ഇങ്ങോട്ട് വലിപ്പിച്ച് വിറപ്പിച്ചിട്ട് ആൾക്കാരെ മുന്നിൽ പിന്നെ ആകെ നാണം കെടുത്താണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ നമ്മുടേതായ രീതിയിൽ ചിന്തിക്കുമ്പോൾ വലിയൊരു പ്രശ്നം തന്നെയാണത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ. എന്തോ നടക്കണതും നടക്കാനിരിക്കുന്നതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ നല്ലതിന് ഒന്നും വേണ്ടാത്തതല്ല, ഒക്കെ നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ വിവേകാനന്ദം പണ്ട് പറഞ്ഞ ശരിയാണ്, കേരളം ഒരു ഭ്രാന്താലയമായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ശരി തന്നെയാണത്. കേരളം ഭ്രാന്താലയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ പിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്ത അധികാരികൾ വന്നു കഴിഞ്ഞാൽ കേരളം ഭ്രാന്താലയം അല്ല ആവുക, അതിൻ്റെ അപ്പുറമുള്ള ആലയാവും. ഇനിയിപ്പോൾ ചിലപ്പോൾ ശവാലയാവോ, ഇനിയിപ്പോൾ പിന്നെ സെമിത്തേരി ആലയാവോ ഒന്നും എനിക്കറിയില്ല. ഇനിയിപ്പോൾ നാളെ ഞാൻ ജീവിച്ചിരിക്കുമോ എനിക്കറിയില്ല. അതും കൂടിയും പറയാനുള്ളത്. പിന്നെ എനിക്ക് വലിയൊരു അഭിമാനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്നായാലും ഒരു ദിവസം മരിക്കണം, നിങ്ങളായാലും ഒരു ദിവസം മരിക്കണം. അപ്പോൾ മരണം നമ്മളെ തേടി വരും. അത് നമ്മൾ ഏറ്റവും വലിയ സുഹൃത്താണ് മരണം. പക്ഷേ ഞാൻ വേർന്നു പറട്ടെ, എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞത് എൻ്റെ മരണമാണ്. ഞാൻ മരിക്കണ വരെ ഞാൻ ഈ റോഡിൻ്റെ കാര്യങ്ങളും അതേപോലെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളും ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അതിന് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അത് നിങ്ങൾ വേണമെങ്കിൽ പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനിയിപ്പോൾ അതിപ്പോൾ ഓരോരുത്തർക്ക് ഉള്ള ഇഷ്ടമല്ലേ. കൊല്ലാതെ കൊല്ലുന്നവരുണ്ട്, നരകിപ്പിച്ചിട്ട് അങ്ങനെ പകുതി ശരീരത്തിലാക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ഇത് ഭ്രാന്താലയമാണ് കേരളം. ശ്രീനിവാസൻ പറഞ്ഞ ശരി തന്നെയാണ്. നിങ്ങൾ ഇവിടെ ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ഈ രാജ്യം വിടാനാണ് പറഞ്ഞത്. ഈ രാജ്യം എന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഇത് അടുത്തത് കേരളം എന്ന് പറഞ്ഞൊരു രാജ്യമാവാൻ പോവുകയാണ്. കാരണം ഇപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഓരോ കാര്യത്തിൽ നമ്മൾ ഇൻട്രസ്റ്റ് എടുക്കുമ്പോൾ ആ ഇൻട്രസ്റ്റും കൂടി അവർ പരിഗണിക്കാതെ അവരെ കാര്യങ്ങൾ എന്താണ്, ഏത് രീതിയിലാണ്, ജനങ്ങൾക്ക് വേണ്ട സംരക്ഷണം എന്താണ്, ഒന്നും അറിയാതെ വെറുതെ ഇറങ്ങും. എന്നിട്ട് ന്യൂസുകാർക്ക് റിപ്പോർട്ടറിന് കൊടുക്കും. ന്യൂസുകാർക്ക് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരാണ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. പോലീസുകാരും അല്ല നിയമപാലകരും നിയമത്തിൻ്റെ വ്യവസ്ഥയിലും കാര്യങ്ങളൊന്നുമല്ല പിന്നെ കാര്യങ്ങൾ കാണണമൊക്കെ അവർ ന്യൂസുകാർ പറയുന്ന കാര്യമാണ്. അപ്പോൾ അതൊക്കെ വലിയൊരു പിന്നെ എന്താ പറയുക ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രാവിലെ ആദ്യം ഇപ്പോൾ ഈ വേടൻ്റെ കാര്യം പറയുന്നതിന് മുന്നേ ഒരു 2-3 ദിവസം മുന്നേ പിന്നെ രാവിലെ എണീറ്റ് വിടുമ്പോൾ തന്നെ പറയണത് ശ്രീകണ്ഠൻ നായർ പറയും, അരുൺകുമാർ പറയും, പിന്നെ ഏഷ്യാനത്തെ കുറേ ആൾക്കാരുണ്ട്, ആഷിമ് കൂഷിമ് കുറേ ആൾക്കാരുണ്ട് അങ്ങനെ. അപ്പോൾ ഇവർ പറയണത് MDMA അവിടെ പിടിച്ചു, കഞ്ചാവ് ഇത്ര പിടിച്ചു, കഞ്ചാവ് അത്ര പിടിച്ചു, കഞ്ചാവ് അവിടുന്ന് പിടിച്ചു. ഇവർ പിടിച്ചു എന്ന് പറയാമെന്നല്ല, ഇതിൻ്റെ സോഴ്സ് എവിടെയാണ്? ഈ MDMA വരുന്നത് എവിടുന്നാണ്? ഇത് ആരാണ് കൊണ്ടുവരുന്നത്? ഇത് എന്താണ് ഇതിൻ്റെ പിന്നെ
ഉദ്ദേശം എന്താണ്, ഇത് എന്തിനു വേണ്ടിയാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്, അതൊന്നും ഇവർ പറയില്ല. ഇവർ പിടിച്ചു MDMA ഇത്ര 50 കിലോ പിടിച്ചു, 100 കിലോ പിടിച്ചു, 1/2 കിലോ പിടിച്ചു. എന്ത് പ്രഹസനാണ് സജി ഇത്? അല്ല, അറിയാണ്ട് ചോദിക്കുകയാണ്. വെറുതെ ആവശ്യമില്ലാതെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വളവളാന്ന് പറയാം. നമ്മുടെ മലയാളികൾ ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ ലഹരി ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ നടക്കുന്നുണ്ട് പറഞ്ഞു. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നമ്മൾ അടക്ക ആട്ടാലും കള്ളനാണ്, തേങ്ങ ആട്ടാലും കള്ളനാണ്. അപ്പോൾ മടിയിൽ കരണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് പേടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അരുൺകുമാർ പറയുന്നുണ്ട് 6 ഗ്രാം കഞ്ചാവ് വെച്ചതിൽ ഒരു കുഴപ്പമില്ല, ഒരു തെറ്റുമില്ല എന്ന് പറയുന്നുണ്ട്. എക്സൈസ് വകുപ്പിൻ്റെ ഒരു നിയമം വെച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ 1 കിലോ കഞ്ചാവ് വരെ നമുക്ക് വെക്കാം. അത് നിങ്ങൾക്ക് വെക്കുകയാണെങ്കിൽ പോലും അത് ഏതെങ്കിലും രീതിയിൽ പിടിക്കപ്പെട്ടാൽ 10,000 രൂപ അത്ര രൂപ കൊടുത്തിട്ട് നമുക്ക് പിഴ അടച്ചിട്ട് നമുക്ക് ഇറങ്ങിപ്പോരാന്ന് പറയുന്നത്. പക്ഷേ മൂപ്പരേന്ന് ആകെ 6 ഗ്രാമേ പിടിച്ചിട്ടുള്ളൂ. പാവം. എന്താണിത്? ഇനിയിപ്പോൾ ഞാൻ പറയട്ടെ, ഇനിയിപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ ഒരു ഇതാണ്. 36 മണിക്കൂറിൻ്റെ ഉള്ളിൽ പാകിസ്ഥാൻ അങ്ങോട്ട് പറയണു ഞങ്ങൾ പകരം വീട്ടുന്നു, ഇന്ത്യ പറയണു ഞങ്ങൾ 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ചെയ്യണു, അങ്ങോട്ട് പകരം വീട്ടുന്നുള്ളു. പക്ഷെ ശരിക്കും ഞാൻ പറയട്ടെ, ഇത് കുറേ ന്യൂസുകാരെ അടുത്തുണ്ട് ഈ വളിച്ച കോമഡികൾ. അപ്പോൾ ഇത് അവസാനം പറഞ്ഞ് അവസാനം ഇതിപ്പോൾ ഏതെങ്കിലും ഒന്ന് പോകാനുള്ള പരിപാടിയാവും. കാരണം ഈ കൈ ഉരയ്ക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു പണ്ട് ഈ കുട്ടിക്കാലത്തൊക്കെ. ഇപ്പോൾ ആ പരിപാടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കൈ ഇങ്ങനെ ഉരയ്ക്കും, ആരെങ്കിലും വടക്ക് കൂടുമ്പോൾ കൈ 4 വിരലിങ്ങനെ കൂട്ടി വരുത്തും. അപ്പോൾ നല്ല രസമാണ് കാണാൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം ആവും ഇനി വരികയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇന്ത്യക്കാരായ നമ്മൾ അഭിമാനിക്കുന്നത് എങ്ങനെ അറിയോ, നമ്മൾ പരമാവധി ക്ഷമിക്കാനും സഹിക്കാനും എല്ലാത്തിനും ഉള്ള കഴിവ് നമ്മുടെ ഇന്ത്യക്കാർക്കുണ്ട്. പക്ഷേ ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനെതിരെ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലം കൂടി ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല കേട്ടോ. അതും കൂടി ഞാൻ പറയാം. പിന്നെ ഇതിൽ കുറേ ഇതിപ്പോൾ ജാതി മതഭേദമന്യായിട്ട് ഞാൻ പറയല്ലോ കേട്ടോ. കുറേ ആവശ്യമില്ലാത്ത കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബ് അതേമാതിരി സോഷ്യൽ മീഡിയ എല്ലാ പ്ലാറ്റ്ഫോമിലും ചില ആൾക്കാർ ഇങ്ങനെ ഇടുന്നുണ്ട്. ഓനെ കൊല്ല്, അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ഒക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇത് പിന്നീട് നിങ്ങൾ പിടിക്കപ്പെടും കേട്ടോ, അത് തീർച്ചയായിട്ടും. അപ്പോൾ ആവശ്യമില്ലാത്ത കമൻ്റൊന്നും നിങ്ങൾ ഇടാതിരിക്കുക. കാരണം അത് നമുക്ക് പിന്നീട് അത് പ്രശ്നമാകും. കാരണം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 4 ആൾ അറിയണമെങ്കിൽ എന്തെങ്കിലും ഒരു തെമ്മാടിത്തരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ മാത്രമേ നമ്മൾ 4 ആൾ അറിയുള്ളൂ. അല്ലാതെ മിണ്ടാതെ എവിടെയെങ്കിലും പോയിരുന്നാൽ ആരും അറിയില്ല, ആരും കാണാനും പോലില്ല, ആരും സഹായിക്കാനും വരില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയൊന്നും വേണ്ടല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മുടെ കേരളം വളരെ മനോഹരമായൊരു സ്ഥലമായിരുന്നു. ഒരുപാട് വിദേശികളും സ്വദേശികളും എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിച്ചിരുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു. അന്ന് നമ്മൾ ഒരേ പ്ലേറ്റിൽ നിന്ന് ചോറുണ്ടായിരുന്നു, ഒരേ പ്ലേറ്റിൽ നിന്ന് ഒരേ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം കുടിച്ചിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരേ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം കുടിക്കാറുണ്ട് 2 എണ്ണം അടിച്ചിട്ട് വേണം, 2 എണ്ണം കമ്പനി കൂടുമ്പോഴാണ് അങ്ങനെ അടിക്കുക. പണ്ട് അങ്ങനെ ഇരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ നാളെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണണത്തില്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഒറ്റപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. നമ്മളൊക്കെ ഒറ്റപ്പെടാൻ പോണ ആൾക്കാരാണോ സംശയമുണ്ട് കേട്ടോ. അപ്പോൾ ചില ആൾക്കാരെ എന്താ പറയുക, ചില ആൾക്കാരെ ഇടപെടൽ കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെടാം, സ്വാഭാവികം. അതിലിപ്പോൾ എന്താ പറയാനുള്ളതല്ലേ, ഒന്നും പറയാനില്ല. അപ്പോൾ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞു. സമയം എത്ര ചോദിച്ചു കഴിഞ്ഞാൽ 6:45. അപ്പോൾ വൈകുന്നേരത്തെ സന്ധ്യകളിൽ നിങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് എന്താ പറയുക, അതിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് എന്താ പറയുക, ആ സങ്കടങ്ങളൊക്കെ മാറിയിട്ടേ നമ്മൾ എന്താണ് ജീവിതത്തെക്കുറിച്ച് എന്താണ് ശരിക്കും പറഞ്ഞാൽ ജീവിതം കുറച്ചുള്ളൂ. നമ്മൾ എങ്ങനെ കാണിക്കുമ്പോൾ പള്ളി അപ്പോൾ ഇനിയിപ്പോൾ രാത്രിയിൽ നമ്മൾ യാത്ര പറയുന്നത് ശരിയല്ല, മെല്ലെ പോവാം. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ
ആരും നമുക്ക് വേണ്ടിയിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് നിർത്തി തരില്ല. അതാണ് ഇപ്പോഴത്തെ ഡ്രൈവിങ്ങിൻ്റെ പരിഷ്കാരം. അപ്പോൾ നമ്മൾ തന്നെ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക. ഇതൊരു ലോറിക്കാരൻ ഹെഡ്ലൈറ്റും കൂടി ഇടാതെ പോണത്. പെട്ടെന്ന് എന്താ അറിയോ, ഈ ലൈറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ വരുന്ന വണ്ടികൾക്ക് പെട്ടെന്ന് എന്താ പറയുക, ബ്രേക്ക് ചവിട്ടാനോ അറ്റൻഷൻ ചെയ്യാനോ ഒരിക്കലും കഴിയില്ല. അപ്പോൾ നമ്മൾ തന്നെ അവിടെ തെറ്റ് ചെയ്യാനായിട്ടിരിക്കുക. പരമാവധി നമ്മൾ ഈ രാത്രി കാലങ്ങളിൽ പാർക്ക് ലൈറ്റെങ്കിലും ഇട്ട് പോവുക. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ പാർക്ക് ലൈറ്റ് ഒന്നും കത്തുന്നില്ലെങ്കിൽ എന്തായാലും 4 ഇൻഡിക്കേറ്റർ കത്തും. ഇനി അതും പോയിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും ഡ്രൈവിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനേക്ക് ഒന്ന് കമൻറ്റ് വഴി അറിയിക്കണേ സുഹൃത്തുക്കളെ. കാരണം ഇത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം നമ്മൾ ഡ്രൈവിങ് പഠിക്കുകയാണ്. അല്ലാതെ 13 വർഷം 26 വർഷം ഡ്രൈവിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും അഹങ്കരിച്ചിരിക്കരുത്. എന്താ പള്ളി, ഇതങ്ങനെയൊക്കെ ഈ ആൾക്കാർ അലക്ഷ്യമായി ചാടണൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ ഹെഡ്ലൈറ്റിൻ്റെ അവിടുന്ന് വരുന്ന ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് അവരെ കാണാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപകടം ഉണ്ടാകുന്നത്. പിന്നെ കറണ്ട് പോയിരിക്കുകയാണ്, അതുകൊണ്ട് മാത്രമാണ് ലൈറ്റ് ഇല്ലാത്തത്.